ഇന്നാണ് കേട്ടോ ചേച്ചീൻ്റെ പുതിയ വീടിൻ്റെ പാലുകാച്ചൽ വരുന്നത്. പാലുകാച്ചലിന് മുമ്പായിട്ട് പുലർച്ചയ്ക്ക് ഗണപതി ഹോമം ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും ഗണപതി ഹോമത്തിന് വേണ്ടിയിട്ട് മാറ്റി റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇന്ന് ചേച്ചീൻ്റെ വീട്ടിലാണെങ്കിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ പുലർച്ചയ്ക്ക് ഗണപതി ഹോമം തുടങ്ങുമ്പോഴത്തേനും എല്ലാവരും മാറ്റി റെഡി ആവണ്ടേ. അങ്ങനെ എല്ലാവരും നേരത്തെ നീക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എല്ലാവരും നീച്ച് റെഡി ആകുമ്പോഴേക്കും ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങട്ടെ. അങ്ങനെ ഞാൻ ലാസ്റ്റാണ് കേട്ടോ റെഡി ആയത്. അങ്ങനെ ഇന്ത്യ പീലിക്കുട്ടീൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ട് ഇവരെല്ലാവരും മാറ്റിയിരിക്കണ്. പിന്നെ ആണെങ്കിലോ പുറത്ത് അത്യാവശ്യം നല്ല മഴ പെയ്യണുണ്ട് കേട്ടോ. ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ സദ്യയാണ്. സദ്യൻ്റെ ഒരുക്കങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ പച്ചക്കറികളൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ മെയിൻ ഷെഫ് വന്നിട്ട്. അവിയലിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അത്യാവശ്യം മഴ നന്നായിട്ട് പൊടിയണുണ്ടേന്. അങ്ങനെ ഞങ്ങൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുതിയ വീട്ടിലേക്ക് ഇറങ്ങിയ 5:30ക്കാണ് നമ്മളെ ഗണപതി ഹോമത്തിൻ്റെ ടൈം പറഞ്ഞത്. നമ്മളെ തിരുമേനി ഇതാ വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മഴ പൊടിയുന്നുണ്ട് എന്ന്. അപ്പൊ ഇതാ പീലിക്കുട്ടി ശീതായിരുന്നു അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങുകയാണ്. ഞാൻ വിചാരിച്ച പീലിക്കുട്ടിയൊക്കെ എഴുന്നേൽക്കാൻ നല്ല മടിയായിരിക്കുന്നു. പക്ഷെ ആൾക്കൊക്കെ നല്ല ഉഷാറാണ്. നമ്മളെ ഹോം ടൂർ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയില്ല. അത് നമ്മളുണ്ടാക്കി നെറ്റിപ്പട്ടൊക്കെ അവിടെ തൂക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഹരിക്കുട്ടി അതാ റെഡി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ നമ്മളെ പൂജയ്ക്കുള്ള പാത്രങ്ങളൊക്കെ അതാ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഗണപതി ഹോമത്തിന്റെ സാധനങ്ങൾ മാത്രമല്ല നമ്മളെ പാലുകാച്ചലിന്റെ സമയത്ത് അകത്തേക്ക് കയറ്റേണ്ട സാധനങ്ങളില്ലേ അതൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ തിരുമേനിയൊക്കെ അകത്തേക്ക് കയറി. പിന്നെ തിരുമേനി ഹോമകുണ്ടത്തിനുള്ള പണികൾ നോക്കുന്നുണ്ട്. അതിനുള്ള ഇഷ്ടികയൊക്കെ ഹരിക്കുട്ടനും അച്ഛനും എല്ലാവരും കൂടെ അവിടെ കൊണ്ടു കൊടുക്കുകയാണെങ്കിലോ പൂജയ്ക്കുള്ള പൂക്കൾ നന്നാക്കുന്ന തിരക്കിലാണ് ഇവിടെ ഇവർ രണ്ടുപേരും. ഗണപതി ഹോമത്തിന് അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിലോ 7 മണിക്ക് 7:30 ഉള്ളിലായിട്ടാണ് പാലുകാച്ചലിന്റെ ടൈം തന്നത്. അപ്പോഴേക്കും ഇത് കഴിയുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. പിന്നെ പൂജയൊക്കെ തുടങ്ങി എല്ലാവരും പായൊക്കെ ഇട്ടിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ പീലിക്കുട്ടിയൊക്കെ ഉറങ്ങിപ്പോയേ. പിന്നെ അവിടെ കൊണ്ടുപോയി കിടത്തുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നെ പാലുകാച്ചലിൻ്റെ സമയമാണ്. ഇവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മളെ വീടിന് പ്രദക്ഷിണം വെക്കുമല്ലോ. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ്. ഇതാ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ഏച്ചിൻ്റെയും ഏട്ടൻ്റെയും വലിയൊരു സ്വപ്നം ഇവിടെ പൂവണിയണതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളെ പാലുകാച്ചലാണ്. പല സ്ഥലത്തേക്കും പല പോലെയാണ് പാലുകാച്ചൽ ഉണ്ടായിരിക്കുക. നമുക്ക് തിരുമേനി പറഞ്ഞു തന്ന പോലെയാണ് കേട്ടോ ഞങ്ങളും ചെയ്തത്. പാല് തിളച്ച് തൂക്കാനായിട്ട് നിന്നിട്ടില്ല. തിളച്ച് പൊന്തി അത്രയേ ഉള്ളൂ. നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നപ്പോഴേക്കും പിന്നെ ചേച്ചി കയ്യിലിട്ട് ഇളക്കി. തിരുമേനിയാണെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് അരി തന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ തിളച്ച് പാലിലേക്ക് ഇട്ടിട്ട് പിന്നെ ആ അരി ഒന്ന് വേവണത് വരെയും വെയിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ പാലുകാച്ചൽ ഇവിടെ ഭംഗിയായിട്ട് അവസാനിച്ചിട്ടുണ്ട്. പിന്നെ ഗണപതി ഹോമത്തിന്റെ പ്രസാദമൊക്കെ എല്ലാവർക്കും തരാൻ തുടങ്ങി. അതേപോലെ തന്നെ നമ്മൾ പാലുകാച്ചലിന്റെ പാലില്ലേ അതും ഇതേപോലെ എല്ലാവർക്കും കയ്യിൽ സ്പൂൺ വെച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. വീടൊക്കെ കാണിച്ച് പാലുകാച്ചലിന്റെ കാര്യം പറഞ്ഞ് വീടിന്റെ പേരെന്താന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ശ്രീശങ്കരൻ എന്നാണ് നമ്മളെ വീടിന്റെ പേര്. ഗണപതി ഹോമം പാലുകാച്ചലും അങ്ങനെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നന്നായിട്ട് നേരം വെളുത്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പുറത്തൊക്കെ കോട ഇറങ്ങാൻ തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വിരുന്നുകാരൊക്കെ വരാൻ തുടങ്ങി. ഉച്ചയായപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള പുറപ്പാടിലായി. പിന്നെ ഫുഡ് സദ്യയാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളൊക്കെ അവസാനത്തെ ട്രിപ്പിലാണ് ഇരുന്നത്. പാപ്പന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. സാമ്പാറും പപ്പടവും ഉപ്പേരി അവിയല് പുളിങ്കറി പായസമൊക്കെ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സദ്യ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിലേക്കുള്ള ഫർണിച്ചർ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. പിന്നെ ചേച്ചിന്റെ വീട്ടിലേക്ക് ചെറിയൊരു കയറ്റുള്ളതിനെ കൊണ്ട് ഇതുപോലത്തെ വലിയ വലിയ സാധനങ്ങളൊക്കെ എത്തിക്കാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യം തന്നെയാണ്. വീട്ടിൽ കുറേ ആളുകൾ ഉള്ളതിനെ കൊണ്ട് സാധനങ്ങളൊക്കെ എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ കയറ്റാൻ കഴിഞ്ഞു. പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ പാലുകാച്ചലിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ബൈ.